യൂട്യൂബിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാവേ. ഡെസ്ക്ടോപ്പിൽ നിന്നും ആൻഡ്രോയിഡിൽ നിന്നും വ്യത്യാസം കേട്ടോ. ഡെസ്ക്ടോപ്പിലാണെങ്കിൽ നമുക്ക് സ്റ്റുഡിയോയ്ക്കകത്തുനിന്ന് ക്രിയേറ്റ് ചെയ്യാവേ. ആൻഡ്രോയിഡിനകത്ത് ഇപ്പോൾ ഞാൻ കാണിക്കുക എങ്ങനെ ചെയ്യുന്നതെന്ന്. ശകലം വ്യത്യാസമുണ്ട്. നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക. വൈറ്റ് സ്റ്റുഡിയോ അല്ല, യൂട്യൂബാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ഈ ഏറ്റവും വലത് സൈഡിൽ താഴെയായിട്ട് എൻ്റെ പ്രൊഫൈലിൻ്റെ ഒരു പിക്ചർ കണ്ടില്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഓപ്പൺ ആക്കേണ്ട കാര്യമില്ല, ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ 3 ഡോട്ട് കണ്ടോ, 3 ഡോട്ട് കണ്ടില്ലേ, ഈ വേഗം വാച്ച് എന്ന് പറഞ്ഞതിൻ്റെ വലത് സൈഡിലായിട്ട് ആദ്യത്തെ വീഡിയോയുടെ 3 ഡോട്ട് ഉണ്ട്. എല്ലാ വീഡിയോയ്ക്കും അടിയിലുണ്ട് 3 ഡോട്ട് വെർട്ടിക്കലായിട്ട് ഇട്ടിരിക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്നിട്ട് ഇവിടെ സേവ് പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ താഴെ കണ്ടില്ലേ, പ്ലേ നെക്സ്റ്റ് ഇൻ ക്യൂ, സേവ് ടു വാച്ച് ലേറ്റർ, സേവ് ടു പ്ലേലിസ്റ്റ് നടക്കുന്നത്. അപ്പോൾ സേവ് ടു പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് വലത് സൈഡിലായിട്ട് ഇപ്പോൾ ഈ കിടക്കുന്ന ഇടത് സൈഡിൽ കിടക്കുന്ന മുഴുവൻ ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലേലിസ്റ്റുകളാണ് നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്നത്. വലത് സൈഡിലായിട്ട് പ്ലസ് ന്യൂ പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടോ ബ്ലൂ കളറിൽ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ടിവിടെ ഡെമോ ഞാനൊരു ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യണേ. ആ പ്ലേലിസ്റ്റ് ഞാൻ പ്രൈവറ്റ് ആക്കിയിട്ടിരിക്കുകയാണ്. അത് വേണേൽ ഇവിടെ നിന്ന് പബ്ലിക് ആക്കാം. പബ്ലിക് ആക്കിയാലേ എല്ലാവരും കാണത്തുള്ളൂ. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ താഴെ കണ്ടില്ലേ പ്ലേലിസ്റ്റ് ക്രിയേറ്റഡ് എന്ന് കാണിക്കും, സീ ദി ലിസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു വീഡിയോ അതിനകത്ത് ആഡായിട്ടുണ്ട്. ആ ഒരു വീഡിയോയ്ക്ക് നിന്നല്ല നമ്മൾ ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ എടുക്കുക. വൈറ്റ് സ്റ്റുഡിയോയ്ക്കകത്ത് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ മൊബൈലിൽ ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ചെയ്യണം. പിന്നെ അത് ആദ്യത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. രണ്ടാമത്തെ വീഡിയോ എടുക്കുക. രണ്ടാമത്തെ വീഡിയോ ഓപ്പൺ ആക്കണേ, അകത്ത് കയറണം കേട്ടോ. എന്നിട്ട് ഈ ഇവിടെ മുകളിലൊരു എഡിറ്റ് ബട്ടൺ ഉണ്ട് കണ്ടോ, ഈ സ്ക്രീനിൽ മുകളിലായിട്ട് എഡിറ്റ് ഉണ്ട്, ഷെയർ ഉണ്ട്. നമുക്കിവിടെ നേരിട്ട് വൈറ്റ് സ്റ്റുഡിയോയ്ക്കകത്ത് നിന്ന് തന്നെ യൂട്യൂബ് ഈ ചാനൽ കാണാനുള്ള, നമ്മുടെ വീഡിയോസ് കാണാനുള്ള ഓപ്ഷനാണ് ഈ മുകളിൽ വലത് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പം ആദ്യം വരുന്ന ഡിസ്ക്രിപ്ഷൻ വരും, വിസിബിലിറ്റി വരും, പബ്ലിക്, പിന്നെ ഓഡിയൻസ്, പിന്നെ പ്ലേലിസ്റ്റ്, ഡെമോ ആൻഡ് 1 മോർ എന്ന് കാണിക്കുന്നത്. നമ്മൾ ഫ്രണ്ടിൽ ക്രിയേറ്റ് ചെയ്ത പ്ലേലിസ്റ്റ് അകത്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യുക. അതിൽ ഇപ്പോൾ ഡെമോയിൽ ഇത് ആഡായിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ തന്നെ നമ്മൾ അപ്പുറത്ത് ചെയ്ത് കേട്ടോ. വേറൊരു വീഡിയോ എടുക്കാം, ഇതെടുക്കാം. എഡിറ്റ് എടുക്കുക. ഇപ്പോൾ ഈ പ്ലേലിസ്റ്റ് ഇപ്പം ഇത് ആഡ് ചെയ്ത് കിടക്കുന്നുണ്ടല്ലേ, ഇതിനകത്ത് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, വിസിബിലിറ്റി ഉണ്ട്, ഓഡിയൻസ് ഉണ്ട്, പ്ലേലിസ്റ്റ് ഉണ്ട്, ലൈവ് സ്ട്രീമിലാണ് ഇപ്പോൾ ആഡ് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഡെമോ വന്നിരിക്കുന്നുണ്ടോ, അപ്പോൾ ആ ഡെമോയിലൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക. ഡണ്ണ്. എന്നിട്ട് മുകളിൽ വലത് സൈഡിൽ സേവ് കൊടുക്കണം. അപ്പോൾ ഓക്കെ, അത് ഇതിനകത്തായി. ഇനി അത് ആയിട്ടുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ യൂട്യൂബ് എടുക്കുക. നമ്മുടെ ചാനലിൽ പോവുക. ഈ വലത് സൈഡിൽ താഴെയുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്തിട്ട് ഞാൻ നോക്കട്ടെ, ഇവിടെ കണ്ട ഞാൻ ഓർക്കുന്നില്ല. അതൊരു പ്ലേലിസ്റ്റ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. രണ്ടാമത് ഈ കിടക്കുന്നുണ്ടോ ഹിസ്റ്ററിയുടെ താഴെ. അപ്പം വ്യൂ ഓൾ എന്ന് കൊടുക്കുക. ഈ മുകളിൽ രണ്ടാമത്തെ ലൈനിൽ കേട്ടോ, വ്യൂ ഓൾ കൊടുക്കുമ്പോൾ ഡെമോയ്ക്കകത്ത് കണ്ടോ 2 എണ്ണം കാണിക്കുന്നുണ്ട്, 2 എണ്ണം എഴുതി കാണിക്കുന്നുണ്ടോ ആദ്യത്തെ വീഡിയോയ്ക്കകത്ത്. അതൊന്ന് ഓപ്പൺ ആക്കാം. നമ്മൾ ആഡ് ചെയ്ത് 2 എണ്ണം ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ എല്ലാ ഷോർട്സും വീഡിയോസും ലൈവും എല്ലാം 3ആയിട്ട് തരംതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒരുമിച്ചിട്ടോ പ്രശ്നമൊന്നുമില്ല. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു.